സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓരോ ഓർഡറുകളായിട്ട് ക്യാൻസൽ ആവുന്നത് കണ്ട് ആകെ വിഷമത്തിലിരിക്കുവാൻ കേട്ടോ യശോദയും ജയഭാരതി അമ്മയൊക്കെ. ഈ സമയത്തായിരിക്കും അവിടെ ജോലി ചെയ്യുന്നൊരു ചേച്ചി അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ യശോദേച്ചി, രാധിക മോൾ എവിടെ? രാധിക അകത്തുണ്ട്. ഈ സമയത്തായിരിക്കും രാധിക പുറത്തേക്ക് വരുന്നത്. ആ മോളെ, എന്തൊക്കെയാണ് നമുക്ക് നാളെ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണ്ടേ? അന്നേരം രാധിക പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി, നാളെ അത്രയ്ക്ക് വലിയ തിരക്കുകളൊന്നുമില്ല, അധികം ഓർഡറും ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പയ്യെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതെന്താ മോളെ അങ്ങനെ? ചേച്ചി, ഇപ്പോൾ എല്ലാവർക്കും ആറ്റുവാശ്ശേരി സദ്യ എന്നല്ലോ പറയാനുള്ളത്. വിഷച്ചോറ് വിളമ്പുന്ന സ്ഥലം എന്നല്ലേ? അങ്ങനെയുള്ള കഥകളല്ലേ നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ച് ഓരോരുത്തർ പറഞ്ഞിറക്കുന്നത്. അന്നേരം ആ ചേച്ചി വരണേ. ചിലരൊക്കെ എന്നോട് ഓരോന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. ഞാനതിനൊന്നും മറുപടി കൊടുക്കാൻ പോകാറില്ല. അല്ലെങ്കിൽ തന്നെ അവർക്കൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടിട്ട് വന്ന് ചോദിച്ചാൽ മതിയല്ലോ. നമുക്കല്ലേ അറിയൂ ഇത് നമ്മൾ എത്ര ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നതെന്ന്. ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം കുടുംബം കുറച്ചെങ്കിലും പട്ടിണിയില്ലാതെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ഈ ഓരോന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് വല്ലതും അറിയേണ്ട കാര്യമുണ്ടോ മോളെ? അന്നേരം രാധിക അവിടെയുള്ള ബുക്കൊക്കെ എടുത്തിട്ട് പറയണേ, സാരമില്ല ചേച്ചി, തൽക്കാലം 1-2 ഓർഡർ പോയാലെന്താ? നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കുറച്ച് ഓർഡറെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് രാധിക ആ ബുക്ക് എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിൽ വീണ്ടും പല പല ഓർഡറൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് രാധിക ചോദിക്കണേ, അമ്മേ ഇതൊക്കെ എന്താ? അന്നേരം യശോദ പറയണേ, അതിന് മോളെ ചിലരൊക്കെ എൻ്റെ നമ്പറിലേക്ക് വിളിച്ച ഓർഡർ ക്യാൻസൽ ചെയ്തത്. അതുകൂടി കാണുന്നതോടെ രാധിക കൂടുതൽ അങ്ങ് വിഷമിച്ച് പോകുവാണ് കേട്ടോ. രാധികക്ക് നല്ല നിരാശ തോന്നുവാണ്. നമ്മളെ ഒരു തരത്തിലും അവരൊന്നും ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? ആർക്കും ഒരു ദോഷവും വരില്ലേന്ന് വിചാരിച്ചാൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യാറ്. ഒത്തിരി ആത്മാർത്ഥതയോടെ തന്നെയാണ്, എല്ലാവരുടെയും വയറ് നിറയാൻ വേണ്ടിയിട്ടാണ്, മനസ്സറിഞ്ഞ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആകെ ഒരു മടുപ്പ് തോന്നുവാണ്. അന്നേരം ജയഭാരതിയമ്മ പറയണേ, മോളെ രാധികെ, നീ ഇങ്ങനെ തളർന്നു പോകല്ലേ. നീ ധൈര്യത്തോടെ ഇരിക്കുന്നതല്ലേ ഞങ്ങൾക്ക് കാണേണ്ടത്. ദേ, നമുക്ക് കിട്ടിയ ഓർഡറുകളൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ഇനിയും ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടേക്കാം. അതൊന്നും നീ കാര്യമൊക്കെ വേണ്ട. ഒരു പൊതിച്ചോറെങ്കിൽ ഒരു പൊതിച്ചോറ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് തന്നെ നീ ചെയ്തു കൊടുക്കുക. പെട്ടെന്നൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പിടിച്ച് കയറി മുന്നേറണ്ടേ മോളെ? ഇപ്പം നമ്മുടെ സദ്യനെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് കേട്ട് അതുകൊണ്ട് മനസ്സുമടുത്ത് ചെയ്യൽ നിർത്തിയാലേ നമ്മളായിരിക്കും തോറ്റുപോകുന്നത്. അത് പാടില്ല. എൻ്റെ മോള് ജയിക്കണം. തളരാതെ നമ്മൾ നമ്മുടെ സദ്യയുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഓരോരുത്തരിലേക്ക് വീണ്ടും നമ്മുടെ സദ്യ എത്തും. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് അവരെ കൊണ്ട് തന്നെ മോൾ പറയിപ്പിക്കണം. ഈ സമയം യശോദയും പറയുന്നുണ്ട്, അതേ മോളെ, മുത്തശ്ശി പറഞ്ഞതാ കാര്യം. നീ ഒരിക്കലും തോറ്റുപോകരുത്. നീ തോറ്റുപോയാൽ നമ്മളെല്ലാവരും തോക്കും, മരണം തോക്കും. അതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നീ ധൈര്യത്തോടെ മുന്നേറി വരണം. ഞങ്ങൾ എന്തിനും എതിരും നിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇന്ന് കുറ്റം പറയുന്നവരെ കൊണ്ട് നാളെ നമ്മൾ അതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരുത്തി പറയിപ്പിക്കണം മോളെ. അങ്ങനെ അവരുടെ മോട്ടിവേഷനും കൂടി ആവുന്നതോടെ രാധിക ഉഷാറാകുവാണ്. രാധിക പറയണേ, ചേച്ചി നമുക്കിപ്പോൾ തന്നെ അങ്ങ് മാർക്കറ്റിലേക്ക് പോകാം. സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ, അതെല്ലാം വാങ്ങാം. മുത്തശ്ശി അമ്മയും പറഞ്ഞതാ ശരി. എന്താണെങ്കിലും തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ തോറ്റു കൊടുത്ത് പിന്മാറാൻ പാടില്ലല്ലോ. പൊരുത്തി തന്നെയല്ലേ ഇവിടം വരെ എത്തിയത്, ഇനിയും അങ്ങനെ തന്നെയാ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും മാർക്കറ്റിലേക്ക് പുറപ്പെടുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആശ്രമം കേട്ടോ. അവിടെ വൈകിട്ടായപ്പോൾ എല്ലാവർക്കും ഇലയുടെയും ചായയൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമക്കും കൊണ്ടുവന്ന് കൊടുക്കുവാണ് കേട്ടോ. ശ്യാമ അങ്ങനെ അത് രണ്ടും കൈ മേടിച്ച് പെട്ടെന്ന് എന്തോ കാര്യം ഓർത്ത് അവിടെ നിന്ന് എണീറ്റ് പോകുക. ഈ സമയം ഊർമിള ചോദിക്കണേ, അതെ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഇരുന്ന് കഴിക്കുക. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ ശ്യാമ അവിടെ നിന്ന് നേരെ മീനാക്ഷിയുടെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം മീനാക്ഷി ബുക്കിൽ മറ്റോ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ശ്യാമ മീനാക്ഷിയുടെ അരികിലേക്ക് ചെന്നിട്ട് ആ ബുക്കൊക്കെ എടുത്ത് മാറ്റുക. എന്താ ഇത്? വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്താണോ ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇതാ ഇത് പിടിച്ചേ, ഈ ചായ കുടിക്കുക. ഈ ഇലയുടെ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞ് അത് കുറച്ച് കിള്ളിയെടുത്ത് മീനാക്ഷിക്ക് നേരെ നീട്ടുവാണ്. ഈ സമയം ഊർമിള അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഊർമിളയെ കാണുന്നതും മീനാക്ഷി ആണെങ്കിൽ ഭയന്നിങ്ങനെ നിൽക്കുവാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി? എന്താ കഴിക്കാത്തത്? ഞാനല്ലേ തരുന്നത്, കഴിച്ചേ. അന്നേരം ഊർമിള പറയണേ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്? ഇതൊക്കെ കൊടുക്കാനേ ഇവിടെ ആൾക്കാരുണ്ട്. അവർ മീനാക്ഷിക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തോളും. ഏഞ്ചലിങ് വന്നേ. ഇല്ല, അതെന്തിനാ അവരെ കൊടുക്കുന്നത്? എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്തോളാം, മോള് കഴിക്കും. ഏഞ്ചലിനോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ സമയം ശങ്കർജി അങ്ങോട്ടേക്ക് എത്തുക. എന്താ എന്താ ഇവിടെ? മോളെ മീനാക്ഷി, നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഏഞ്ചൽ സ്നേഹത്തോട് നിനക്ക് തരുന്നതല്ലേ, ധൈര്യമായിട്ട് വാങ്ങി കഴിച്ചോ. എന്തുപറ്റി? ഏഞ്ചലിനെ പേടിയാനോ മോൾക്ക്? എല്ലാം. പിന്നെന്താ, നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാകണം കേട്ടോ. ഊർമിളെ, ഇങ്ങ് വന്നേ, അവരെ വിട്ടേക്ക്.
അങ്ങനെ പറഞ്ഞ ശങ്കർജി ഊർമിളനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്യാമ മീനാക്ഷിയോട് പറയണേ, എന്നാൽ നമുക്ക് കൂട്ടായാലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂട്ടാകുവാണ് കേട്ടോ. മീനാക്ഷി അങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ശ്യാമയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം അവരുടെ അടുത്തുള്ള സ്കൂളിലെ ടീച്ചർ രാധികേനെ കാണുക. രാധികെ, എന്താ ഇവിടെ? ആ ടീച്ചറെ, ഞാൻ എന്താ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറി മറ്റും വാങ്ങാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. അല്ല, എവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത്? ഇവിടെ അടുത്ത് തന്നെയുള്ള പച്ചക്കറി ഷോപ്പ് കുറേ കാലം മുമ്പുള്ളതാ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കണ്ണും പൂട്ടി പച്ചക്കറിയൊക്കെ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. നാളെ സ്കൂളിലെ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ റെഡിയാക്കി കൊണ്ടുപോയിരിക്കുമായിരുന്നു ഞാൻ. അന്നേരം ടീച്ചറാണെങ്കിൽ മടിച്ച് രാധികയോട് പറയണേ, അത് പിന്നെ രാധികയെ നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, പരിപാടി നാളത്തെ ദിവസത്തിൽ നിന്ന് വേറൊരു ദിവസത്തേക്ക് മാറ്റി. എന്നത്തേക്കാണ് മാറ്റിയത്? അത് പുതിയ ഡേറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എയൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു ഡേറ്റൊക്കെ കണ്ടെത്തണമല്ലോ. അങ്ങനെ ടീച്ചറിൻ്റെ മറുപടിയൊക്കെ കേൾക്കുന്നതും രാധികയൊക്കെ കാര്യം മനസ്സിലാക്കുക. രാധിക പറയണേ, പരിപാടി നാളെ തന്നെയാണെന്ന് മനസ്സിലായി. അതിൽ നിന്നും ആറ്റുവാശ്ശേരി സദ്യയാണ് ഒഴിവാക്കിയത്. അതിലിപ്പോൾ കേട്ടിട്ട് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. കുറേ പേരായി ഞങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള വാർത്തകളൊക്കെയല്ലേ ആറ്റുവാശ്ശേരി സദ്യയെക്കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും സംശയം തോന്നില്ലേ? അന്നേരം ടീച്ചർ പറയുന്നുണ്ട്, രാധികെ നിന്നോടിത് എങ്ങനെ പറയുമെന്ന് ആകെ വല്ലാത്ത മനപ്രസാദത്തിലായിരുന്നു ഞാനാണല്ലോ ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യം അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ കേട്ടിട്ട് എങ്ങനെ വിശ്വസിച്ച് അത്ര നല്ലൊരു ദിവസം ഈ സദ്യ ഓർഡർ ചെയ്യുന്ന അവരുള്ളവരൊക്കെ ചോദിക്കുന്നത്? ആ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഒരു ഉത്തരവില്ലാതായിപ്പോയി. സാരമില്ല ടീച്ചറെ, ടീച്ചർ വിഷമിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിലും നല്ലൊരു പരിപാടിക്ക് സംശയത്തോടെ ഭക്ഷണം വിളമ്പുക എന്ന് പറയുന്നത് മനസ്സിന് സുഖമില്ലാത്ത കാര്യം തന്നെയാണ്. എന്താണെങ്കിലും എനിക്കെൻ്റെ ആറ്റുവാശ്ശേരി സദ്യ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ വേറെ ഒരു ബിസിനസ് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതവും കൂടിയാണ്. ഇതിൽ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ തന്നെ എന്നേക്കുമായിട്ട് തോറ്റുപോകും. അങ്ങനെ തോറ്റു കൊടുക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ശരി ടീച്ചറെ, ഞാൻ ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ രാധിക വലിയ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും CI മോഹനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. CI മോഹൻ പറയണേ, ആറ്റുവാശ്ശേരി സദ്യ എന്നേക്കുമായി തീർന്നു ചന്ദ്രശേഖര. ഓരോരുത്തരായി അവർ കൊടുത്ത ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അവനും അവളും എല്ലാം പൂട്ടി അധികം വൈകാതെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, സോഷ്യൽ മീഡിയയിലെ പിള്ളേർ കുറച്ച് പൈസ കൊടുത്താലെന്താ നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡാക്കി മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ബ്രാൻഡ് ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെന്താണെങ്കിലും നല്ല രീതിയിൽ വിജയം കാണുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ നല്ല ശരിക്കും പണിയെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ എത്തുമല്ലോ. കണമംഗലത്ത് നിന്ന് ഇറക്കി വിട്ട അവനും അവളും തെരുവിലെ പിച്ച് തെണ്ടുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ തന്നെ എന്നെ ഈ ജീവിതകാലത്ത് തെരുവിൽ വെച്ച് എൻ്റെ നേരെ കൈയൊങ്ങാനും എന്നെ തല്ലി ചതക്കാനും ധൈര്യം കാണിച്ചത് അവൻ ഒറ്റൊരുത്തനാ, അവരും ആ രാധികയുടെ ഭർത്താവ്. അങ്ങനെയുള്ള അവനും അവളും തെരുവിലിരുന്ന് തെണ്ടുന്ന കാഴ്ച താനും ആ കാഴ്ച കാണാനല്ലേ ചന്ദ്രശേഖര ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിലും വലിയൊരു കാഴ്ച തന്നെ കാണണമെന്നുണ്ട്. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് ആ വരുണിൻ്റെ കൈയും കാലും തല്ലിയൊടിക്കണം. എന്നിട്ട് കൈയും കാലും ഒടിഞ്ഞ അവനെ മുമ്പിലെടുത്തിക്കൊണ്ട് രാധിക തെരുവിൽ കൂടെ തെണ്ടി നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ കൊതിച്ചിരിക്കുന്നത്. നോക്കിക്കോ ചന്ദ്രശേഖര, അധികം വൈകാതെ തന്നെ നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിലും സാറമ്മയുടെ ജയിലിൽ കിടക്കുന്നത് അവൾ കാരണമല്ലേ. അതിനുള്ള ശിക്ഷ എന്താണെന്ന് അവളും അവനും തിരിച്ചറിഞ്ഞിരിക്കണം. ഞാൻ നമ്മുടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, അവൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പ്രചരിക്കുന്ന വാർത്തകളൊക്കെ കണ്ട് മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്യണം. ആ രീതിക്ക് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അവരുടെ തകർച്ച കൺമുമ്പിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ ചന്ദ്രശേഖര. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സാറേ പിന്നെ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അവനോ അവൾക്കോ ഒരു സഹായവും കിട്ടാൻ പാടില്ല. ശ്യാമയെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ആരാധകരോ അതുമല്ലെങ്കിൽ ആ തിരുമേനിനെ പരിചയമുള്ള ആൾക്കാരോ അങ്ങനെ ആരിൽ നിന്നും ഒരു സഹായം പോലും അവർക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സോഴ്സ് അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ മുളയിലെ നുള്ളിക്കളയണം. സാറ് എപ്പോഴും അവളുടെ കാര്യത്തിലും ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കണം. ഇനിയൊരു തിരിച്ചു വരവ് അവനോ അവൾക്കോ ഉണ്ടാകാനേ പാടില്ല. ഇല്ല ചന്ദ്രശേഖര, അക്കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോൾ തൻ്റെ ആവശ്യം എന്നതിലുപരി എൻ്റെ കൂടി ആവശ്യമാണ് അവരുടെയൊക്കെ തകർച്ച. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ
പുറത്തേക്ക് നോക്കി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം വരുൺ റൂമിലേക്ക് വരുവാ. എന്നിട്ട് ചോദിക്കണേ, എന്താടോ രാധികെ, താനെന്താ ഇങ്ങനെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്? അന്നേരം രാധിക പറയണേ, എന്ത് ചെയ്യാനാ വരുൺ, ഇപ്പം ജീവിതം മുഴുവൻ ഇരുട്ടിലായില്ലേ? എടോ രാധികെ, താനിപ്പോഴും ആ സ്കൂളിൽ ഓർഡർ നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം ആലോചിച്ച് എന്നെ വിഷമിച്ച് നിൽക്കുവാണല്ലേ? എടോ അത് വിട്ടേക്ക്. ഇത് പുറകിൽ നിന്ന് മറ്റാരോ കാര്യമായിട്ട് എന്നെ കളിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ മറ്റും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഫലമായിട്ടാണ് ഇപ്പം നമുക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം. അന്നേരം രാധിക പറയണേ, അതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾക്കൊട്ടും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? അവർ നമ്മളെ തകർക്കണമെന്ന് നോക്കി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയായില്ലല്ലോ. പണ്ട് തൊട്ടേ അവരുടെ ലക്ഷ്യം ഇത് തന്നെയല്ലേ? അന്നേരം വരുൺ പറയണേ, അതെ, അക്കാര്യം തനിക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് അവരുടെ ഇത്തരം പ്രവൃത്തികൾ കണ്ട് താനിങ്ങനെ മനസ്സ് തളർന്നിരിക്കല്ലേ? സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരവരുടെ കളികൾ മുഴുവൻ നടത്തുന്നത്. അപ്പം നമ്മളും ഒന്ന് മാറ്റി പഠിക്കണം. ഇതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മുടെ നിരപരാധിത്വം എന്താണെന്ന് നമ്മളും പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൾക്കാർക്ക് ബോധ്യപ്പെടും. വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും മറ്റും എങ്ങനെയാണെന്നും എത്രത്തോളം ഹൈജീനിക്കോട് കൂടിയാണെന്നും ലൈവായിട്ട് തന്നെ വരെ കാണിച്ചു കൊടുക്കാം. രാധികെ, കൺമംഗലത്ത് നിന്ന് നമ്മളെ എല്ലാം നഷ്ടപ്പെട്ടിറങ്ങിയ സമയത്ത് തൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ധൈര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ തളർന്നിരുന്നപ്പോഴും താനാണ് എന്നെ പിടിച്ച് കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് നയിച്ചത്. അങ്ങനെയുള്ള താനാ ഇപ്പോൾ തളർന്നിരിക്കുന്നത്. ചെറിയ ചില കോട്ടങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാനല്ലേ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താനിങ്ങനെ തളർന്നിരിക്കാതെ ഒന്ന് ഉഷാറായിക്കേ. നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പേര് തിരിച്ചെടുക്കാനായിട്ട് എന്ത് വേണം എന്നാലോചിക്കാം. അതിനുവേണ്ടി പഴയ കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയ രീതിയിലുള്ള ചില ശ്രമങ്ങളും കൂടി നടത്താം. ഒരു കാര്യം താൻ ആലോചിക്കണം, തൻ്റെ കൂടെ എന്തിനും ഏതിനും കട്ടക്ക് കൂടായിട്ട് തൻ്റെ വരുണുണ്ട്. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമെന്നേ. അങ്ങനെ വരുണിൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കുന്നതോടെ രാധയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിലെ മീനാക്ഷിക്ക് അസുഖം കൂടുവാണ്. അങ്ങനെ മീനാക്ഷിയെ പരിശോധിക്കാനായിട്ട് ഡോക്ടറൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം മീനാക്ഷി നല്ല മയക്കത്തിലായിരിക്കും. അന്നേരം ഡോക്ടർ ശങ്കർജിയോടും ഊർമിളയോടും സംസാരിക്കണേ, കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് നടന്ന പോലെയുള്ള സംഭവങ്ങൾ ഇനി നടക്കാൻ പാടില്ല. കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. എന്ത് ചെയ്യാനാ ഡോക്ടറെ, അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ലല്ലോ. നമുക്ക് റൂമിൽ പൂട്ടിയൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, പൂട്ടിയൊന്നും ഇടേണ്ട കാര്യമില്ല. ചെറിയ കുട്ടിയല്ലേ, അവൾ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. പക്ഷേ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. അവളുടെ അസുഖം എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഒരു പ്രത്യേക കെയർ നമ്മൾ കൊടുക്കണം. ഈ സമയം ശങ്കർജി പറയുന്നുണ്ട്, അവളുടെ അസുഖകാര്യത്തെക്കുറിച്ചൊക്കെ അറിയാം. പിന്നെ ഇക്കാര്യം ഇവിടെ മറ്റാരും അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്, അവരൊക്കെ ഈ കാര്യം അറിഞ്ഞാൽ അവളോടൊരു വിവേചനം കാണിക്കില്ലേ? അതാ കുഞ്ഞു മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാക്കില്ലേ? അതുകൊണ്ടാണ് തൽക്കാലം അവൾക്ക് അസുഖമുള്ള കാര്യം മറ്റുള്ള ഇവിടെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത്. അതെന്താണെങ്കിലും നല്ല കാര്യം ശങ്കർജി. അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി മോള് ഇത്ര ആരോഗ്യത്തോടു കൂടി ഇപ്പോൾ ഇരിക്കുന്നതും. അവളുടെ മൈൻഡ് നല്ലപോലെ ഹാപ്പിയാണ്. എന്താണെങ്കിലും ഫാർമസിയിൽ നിന്ന് ഞാൻ മരുന്നൊക്കെ എഴുതാം. പിന്നെ കൂടുതൽ ടെസ്റ്റുകളോ മറ്റോ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അറിയിക്കാം. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ ശ്യാമ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ശ്യാമ അങ്ങനെ ഡോക്ടറിൻ്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് ശങ്കർജിയോട് ചോദിക്കണേ, എന്തിനാ ഡോക്ടറൊക്കെ വന്നത്? മോൾക്ക് എന്താ പറ്റിയത്? മോൾ എന്തിനാ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചത്? ഈ സമയം ശ്യാമയുടെ ആ ചോദ്യമൊക്കെ കേട്ടിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ആരാ ഇത്? അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമയും മീനാക്ഷിയും കൂടി അവിടെ സംസാരിച്ചും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. അന്നേരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ശങ്കർജി അറിയിച്ചിട്ടുണ്ടാകും കേട്ടോ. അതിനായിട്ട് ഊർമിളയും സ്നേഹയും കൂടി മീനാക്ഷിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെ എത്തുക. മീനാക്ഷി മോളെ, വേഗം വന്നേ, ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതേക്കുന്നതും ശ്യാമ ചോദിക്കണേ, ഹോസ്പിറ്റലിലോ? എന്തിനാ മോളെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? എൻ്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല, ഞാനും വരുക ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ ശ്യാമയും ഹോസ്പിറ്റലിലേക്ക് ശങ്കർജിയുടെയും സ്നേഹയുടെയും ഒപ്പം പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ശങ്കർജിയുടെയും സ്നേഹയുടെയും ഒപ്പം മീനാക്ഷിയും കൂട്ടി ശ്യാമയും ഹോസ്പിറ്റലിലെത്തുന്നുണ്ട്. ഇതേ സമയം ആ ഒരു ഹോസ്പിറ്റലിൽ രാധികയും എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുമായിരിക്കോട്ടെ രാധിക. ഈ സമയത്താണ് മീനാക്ഷിനെയും കൂട്ടി ശ്യാമ കാറിൽ നിന്നും ഇറങ്ങുന്നത്. അന്നേരം പെട്ടെന്ന് എന്തോ ഒരു കാഴ്ച കണ്ട് രാധികയാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ശ്യാമ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഞെട്ടലോടുകൂടി നോക്കുന്ന ഒരു സീനും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിലുള്ളത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്